നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പ്രകടമാക്കുന്ന 8 അടയാളങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ആഴമേറിയതും നിലനിൽക്കുന്നതുമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്നതിൻ്റെ ആദ്യ അടയാളം നിങ്ങളുടെ രക്ഷയുടെ ഉറപ്പാണ്. നിങ്ങൾക്കുണ്ടാകുന്ന ഏതൊരു സംശയത്തെയും ആകുലതകളും മറികടക്കുന്ന ഉറപ്പോടെ എല്ലാ ദിവസവും ഉണരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. രക്ഷയിലുള്ള ഈ ആത്മവിശ്വാസം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നതിൻ്റെ ആദ്യ അടയാളമാണ്. റോമർ 8-ാം അധ്യായത്തിൽ ബൈബിൾ പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവുമായി ചേർന്ന് തികച്ച് അവിശ്വസനീയമായ കാര്യത്തെ ഉറപ്പിക്കുന്നു. അത് നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ എന്നാണ്. ദൈവത്തിലുള്ള ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാക്കുന്ന താൽക്കാലികമായ തോന്നലുകളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നാം സംസാരിക്കുന്നത് ഉറപ്പുള്ള ഒരു ബോധ്യത്തെക്കുറിച്ചാണ്. അത് നിങ്ങൾ ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ് എന്നതിനെ കുറിച്ചാണ്. ഈ ഉറപ്പ് സത്യം പറഞ്ഞാൽ ആത്മാവിലുള്ള ഒരു നങ്കൂരം പോലെയാണ്. ഏറ്റവും വലിയ കൊടുങ്കാറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നിങ്ങളെ അത് ഉറപ്പിച്ച് നിർത്തും. സത്യത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ ഉള്ളിൽ സംശയം വന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് മനസ്സ് വല്ലാതെ വിഷമിക്കുന്ന സന്ദർഭങ്ങളിൽ. മനുഷ്യരെന്ന നിലയിൽ പൊതുവെ സംശയം വരുന്നതൊക്കെ സർവ്വസാധാരണമാണ്. മനസ്സ് ചഞ്ചലപ്പെടുന്ന ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ആഴമായി പ്രവർത്തിക്കുന്നു എന്നതാണ് സത്യം. യേശുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നു എന്ന് ബൈബിൾ നമുക്ക് ഉറപ്പു നൽകുന്നു. അവൻ നമ്മുടെ വിശ്വാസത്തെ വാർത്തെടുക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. അവൻ്റെ സാന്നിധ്യം വളരെ നമുക്ക് നിശബ്ദമാണെങ്കിൽ പോലും ഉള്ളിൽ വ്യക്തമായ ഒരു ശബ്ദം നമ്മളോട് പറയുന്നു, നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന്. ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ നമ്മെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു സമാധാനം വരും. അത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നതിൻ്റെ ഒരു വ്യക്തമായ അടയാളമാണ്. അവൻ നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നു. വിഷമം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. നിങ്ങൾ ദൈവകുടുംബത്തിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് ബോധ്യം തരുന്നു. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ എല്ലാം അറിയുന്ന ഒരാൾ എപ്പോഴും ധൈര്യവും പ്രത്യാശയും തരുന്ന വാക്കുകൾ പറഞ്ഞു തരാൻ നിങ്ങളുടെ അടുത്ത സുഹൃത്ത് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് പോലെയാണ്. രണ്ടാമത്തെ അടയാളമാണ് സ്വഭാവമാറ്റം. നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ പ്രകടമായ മാറ്റം വരും. ഗലാത്യർ 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്ന യഥാർത്ഥ സ്വഭാവ വിശേഷങ്ങളാണിത്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഉണ്ടാകുക എന്നതിനർത്ഥം നിങ്ങൾ പെട്ടെന്ന് അമാനുഷിക
മനുഷ്യൻ ആകും എന്നല്ല, മറിച്ച് നിങ്ങളിൽ ക്രമേണ മാറ്റങ്ങൾ സംഭവിച്ച് ഓരോ ദിവസവും യേശുവിനെ പോലെ അല്ലെങ്കിൽ യേശുവിൻ്റെ സ്വഭാവത്തെ പോലെ ആയിത്തീരുക എന്നാണ്. ഇത് വളരെ മന്ദഗതിയിൽ സംഭവിക്കുന്ന ആഴമേറിയ പ്രക്രിയയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, വാക്കുകൾ, പ്രവർത്തികൾ, ചിന്തകൾ പോലും ദൈവം ആഗ്രഹിക്കുന്ന പോലെ മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ദൈവിക സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. മൂന്നാമത്തെ അടയാളം സുവിശേഷത്തെക്കുറിച്ചുള്ള അതിയായ ആഗ്രഹം. സുവിശേഷം പറയാനുള്ള അമിതമായ ആഗ്രഹം. പ്രവർത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ആവസിക്കുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചവരായി ജെറുസലേമിലും യഹൂദ്യ പ്രവിശ്യയിൽ എല്ലായിടത്തും ശമരിയ പ്രവിശ്യയിലും എൻ്റെ സാക്ഷികളാകും. ഇത് വെറുമൊരു ശക്തിയല്ല, അത് ദൈവിക ധൈര്യമാണ്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരോടും സുവിശേഷം കൈമാറുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ദിവ്യ ധൈര്യമാണത്. യേശുവിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അതിയായ ആഗ്രഹം നിങ്ങളിൽ വന്നിട്ടുണ്ടോ? സത്യത്തിൽ ഈ ആഗ്രഹം നമ്മിൽ നിന്നല്ല, മറിച്ച് നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ നശിച്ചു പോകുന്നവരെക്കുറിച്ചുള്ള ആഴമേറിയ സ്നേഹവും ആളുകളെ വ്യത്യസ്തമായി കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കരുണയും നമ്മുടെ ഉള്ളിൽ രൂപാന്തരപ്പെടുന്നു. പെട്ടെന്ന് ഈ സന്തോഷവാർത്ത, സുവിശേഷം നമ്മുടെ ഉള്ളിൽ മൂടിവെക്കരുത് എന്ന് തോന്നും. എല്ലാവരും ക്രിസ്തു സ്നേഹം അറിയണമെന്ന് ഉള്ളിൽ അതിയായ ആഗ്രഹമുണ്ടാവും. സുവിശേഷം പറയാനുള്ള ഈ ആവേശം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. പെന്തിക്കോസ്ത നാളിന് ശേഷമുള്ള ശിഷ്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. ആദ്യം അവർക്ക് പേടിയും എല്ലാവരും ഉപദ്രവിക്കും എന്ന് ഒരു ഭയം ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം അവർക്ക് നല്ല ധൈര്യം വന്നു. തീക്ഷ്ണതയോടെ ശേഷം വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർ ഓർത്ത് ഭയപ്പെടാതെ യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു. ഇത് സുവിശേഷം പറയുക എന്നത് മാത്രമല്ല, മറിച്ച് യേശുവിനെ പോലെ ജീവിക്കുക എന്നതും കൂടെയാണ്. ആറാമത്തെ അടയാളം സത്യത്തെക്കുറിച്ച് അറിയുക. 1 യോഹന്നാൻ 2-ാം അധ്യായം 27-ാം വാക്യം. ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച നിയോഗം നിങ്ങളിൽ വസിക്കുന്നു. ആയതിനാൽ ആരും നിങ്ങളെ ഉപദേശിക്കേണ്ടതില്ല. അവിടുത്തെ നിയോഗം എല്ലാ വസ്തുതകളിലും നിങ്ങളെ ഉപദേശിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, പരിശുദ്ധാത്മാവാണ് നമ്മെ സത്യത്തിലേക്ക് നയിക്കുന്നത്. വചനത്തിൻ്റെ ആഴങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നു. യോഹന്നാൻ 16-ാം അധ്യായം 13-ാം വാക്യം. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഈ അറിവ് നമ്മളെ സകലത്തിൽ നിന്നും മോചിപ്പിച്ച് ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കും. ഇത് സത്യത്തിൽ
നല്ല വഴി ഏതാണെന്ന് അറിയുന്ന, ആവശ്യ സമയത്ത് ജ്ഞാനവാക്കുകൾ തരുന്ന ഒരു നല്ല കൂട്ടുകാരൻ കൂടെ ഉള്ളതുമാണ്. പരിശുദ്ധാത്മാവ് ഇല്ലാതെ ജീവിക്കുന്നത് ഒരു ഭൂപടമോ കോമ്പസോ ഇല്ലാതെ പരിചയമില്ലാത്ത കടലിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ എല്ലാ വഴികളും നന്നായി അറിയാവുന്ന ഒരു ഗൈഡ് കൂടെ ഉള്ളതുപോലെയാണ്. ആഴമായ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന രീതിയിൽ വചനത്തെ മനസ്സിലാക്കാൻ അവിടുന്ന് നമ്മെ സഹായിക്കും. ഈ അറിവ് ബുദ്ധിക്ക് അതീതമായ ഒന്നാണ്. ദൈവത്തിൻ്റെ ആഴമേറിയ സത്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ കണ്ണുകളും ഹൃദയങ്ങളും തുറക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് അവിടുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് അവിടുന്ന് അറിവ് നൽകും. ഓരോ ദിവസവും ഉണ്ടാകുന്ന വെല്ലുവിളികൾ നേരിടാൻ നിങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണിത്. ഏഴാമത്തെ അടയാളം ആശ്വാസം. എല്ലാം കൈവിട്ടുപോയി എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ, ലോകത്തിൻ്റെ മുഴുവൻ ഭാരങ്ങളും നിങ്ങളുടെ മുകളിൽ ആണെന്ന് തോന്നുന്ന സമയം, എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയം, ആ സമയങ്ങളിൽ നിങ്ങൾ പോലും അറിയാത്ത ഒരു ആശ്വാസം നിങ്ങളുടെ മനസ്സിൽ വരും. നിങ്ങളുടെ ആത്മാവിനെ ഹൃദയത്തെയും ശാന്തമാക്കുന്ന ഒരു ആശ്വാസം. അതാണ് നിങ്ങളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. നിങ്ങളെ ഒരിക്കലും കൈവിടാത്ത ഒരു സുഹൃത്ത്. ജീവിതത്തിൽ പ്രശ്നമെന്ന കൊടുങ്കാറ്റ് നിങ്ങളിൽ ആഞ്ഞടിക്കുമ്പോൾ, യോഹന്നാൻ 14:16 പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് ആശ്വാസദായകൻ എന്ന് യേശു പറയുന്നു. ഇത് വെറുമൊരു സ്ഥാനപ്പേരല്ല, അത് സത്യമാണ്. നിങ്ങൾ പരാജയപ്പെട്ടെന്ന് ചിന്തിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തും. അവിടുന്ന് നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും. മാത്രമല്ല, പുതിയൊരു ശക്തിയും കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുവാനുള്ള കഴിവും നിങ്ങൾക്ക് നൽകും. അവിടുന്ന് നിങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാം ശരിയാകുമെന്ന് നിങ്ങളോട് തീർച്ചയായും പറയും. കാരണം അവിടുന്ന് അനുഗ്രഹത്തിൻ്റെ ദൈവമാണ്. മനുഷ്യന്റെ യുക്തിയെ വെല്ലുവിളിക്കുന്ന സമാധാനം, ദൈവത്തിൽ നിന്ന് മാത്രമുണ്ടാകുന്ന സമാധാനം നിങ്ങളുടെ മുൻപിൽ അവിടുന്ന് തരും. എട്ടാമത്തെ അടയാളം മധ്യസ്ഥൻ. അവിടുത്തെ മധ്യസ്ഥതയാണ് വാക്കുകൾ പോലും പറയാത്ത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉദാഹരണം, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ പ്രാർത്ഥിക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സ് വിഷമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു വാക്കുപോലും പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. നിങ്ങൾക്കിനി ഒന്നും ചെയ്യുവാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ പോലും അവിടുന്ന് കൂടെയുണ്ട്. റോമർ 8:26 ബൈബിളിൽ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുന്നു. ഒരു വാക്കുപോലും പറയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് എന്ന് നന്നായി അറിയാവുന്ന ഒരു സുഹൃത്താണ് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് മനസ്സിലാക്കുക.